നമസ്കാരം. കിഴക്കനേല വലിയ സവിശേഷതകൾ നിറഞ്ഞ നാടാണ്. കൊല്ലം ജില്ലയിൽ തന്നെ മുൻനിര കലാഗ്രാമങ്ങളിൽ പെടും എൻ്റെ ദേശം. ഇപ്പോൾ അഭിമാനപൂർവ്വം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കിഴക്കനേല പാലം ജംഗ്ഷൻ അരികിലായുള്ള ജീവനം എന്ന ആയുർവേദ ചികിത്സാലയമാണ്. കിഴക്കനേലക്കാരനായ ഡോക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ സർവ്വരോഗങ്ങളും വേരോടെ പിഴുതുമാറ്റാൻ കഴിയുന്ന ജീവനം ആയുർവേദ ചികിത്സാലയത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമസ്കാരം. എൻ്റെ ഡോക്ടർ വിഷ്ണു, ജീവനം ആയുർവേദ നഴ്സിംഗ് ഹോമിലെ ഓർത്തോപീഡിക് കൺസൾട്ടൻ്റാണ്. നമ്മുടെ ഇന്നത്തെ കാലത്തിൽ ആയുർവേദത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ളൊരു കാലഘട്ടമാണ്. ഒരുപാട് തരത്തിലുള്ള രോഗാതുരതയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേഷ്യൻസ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ളൊരു സഹായം ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നത്. ഒരുപാട് എല്ലാ തരത്തിലുള്ള ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഈ ഹോസ്പിറ്റലിൽ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. ആയുർവേദ രംഗത്തെ എല്ലാ സംവിധാനങ്ങളും പഞ്ചകർമ്മ ഉൾപ്പെടെ എല്ലാ ചികിത്സാ രീതികളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോട്ടറി അല്ലെങ്കിൽ ബ്ലഡ് ലെറ്റിംഗ്, രക്തമോഷണം മുതലായ ഒരുപാട് ചികിത്സാ രീതികൾ നമ്മളിവിടെ തന്നെ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ IP ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ തന്നെ ഉണ്ട്. ഓരോ രോഗിക്ക് നമ്മളിവിടെ വരുന്ന ഓരോ രോഗികൾക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ചികിത്സ കൊടുക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ് ഞങ്ങൾക്കുള്ളത്. അതിന് പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങളെ ടീം വർക്ക് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ സേതുലക്ഷ്മി, ജീവനം ആയുർവേദ ക്ലിനിക്, കിഴക്കനേല. ഈ ചികിത്സ ശിരോധാര എന്ന ചികിത്സയാണ്. ഇത് പാർക്കിൻസൺസ് അസുഖത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് ചെയ്യുന്നൊരു ചികിത്സാ രീതിയാണ്. ഇതൊരു പഞ്ചകർമ്മ പ്രൊസീജിയറാണ്. ഇതിവിടെ തന്നെ തയ്യാറാക്കിയ കഷായ കൂട്ടാണ്. ഇത് ത്രിഫല, അതായത് നെല്ലിക്ക, കടുക്ക, താന്നിക്ക, പിന്നെ മരമഞ്ഞൾ മുതലായ ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ കഷായമാണ്. ഇത് ശീതവീര്യപ്രധാനമായിട്ടുള്ള ഒരു ഔഷധക്കൂട്ടാണ്. ഇത് ഒരു പഞ്ചകർമ്മ പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ ചെയ്ത് ഒരു 7 ദിവസം അടുപ്പിച്ചത് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ചികിത്സയ്ക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ വരുന്നതായിരിക്കും. ആയുർവേദം അത് ഒരു ചികിത്സാ രീതി മാത്രമല്ല, അതൊരു ജീവിത രീതി കൂടിയാണ്. അത് ആയുർവേദം എന്നത് രോഗത്തെ ചികിത്സയ്ക്ക് മാത്രമല്ല, രോഗകാരണത്തിനെ ചികിത്സിച്ച് അത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നു. ഒരു രോഗകാരണത്തെയാണ് അത് ചികിത്സിക്കുന്നത്, അല്ല രോഗത്തെ മാത്രം സ്പെസിഫൈ ചെയ്തിട്ടല്ല ഒരിക്കലും ആയുർവേദം ചികിത്സിക്കുന്നത്. മൂക്കിൻ്റെ ഉള്ളിലെ ഒരു ദശ വളർന്ന് അത് ശ്വാസം മുട്ട്, പിന്നെ അവിടെ ഒരു വല്ലാത്തൊരു വീക്കം വന്നിട്ട് മൂക്കിലൂടെ ശ്വാസം പോകില്ലായിരുന്നു. അതിപ്പോൾ കുറവുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് മരുന്ന് കഴിച്ചാൽ കുറേ വ്യത്യാസമുണ്ട്. അതിന് മുമ്പ് ഗവൺമെൻറ് ആശുപത്രിയിൽ 4 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തതാണ്. വലതേ മൂക്കിൻ്റെത് വലിയ കുഴപ്പമില്ല. ഇടതേ മൂക്കിനാണ് ഇപ്പോൾ ലാസ്റ്റിൽ വന്നത്. അതിപ്പോൾ 2-3 കൊല്ലം കൊണ്ട് അതിൻ്റെ ചികിത്സയായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആശുപത്രി ഇതുപോലെ ഒരു ആയുർവേദ ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടത്തേക്ക് വന്നു. ഇവിടെ വന്ന് ചികിത്സിച്ചാൽ ഇപ്പോൾ ഒരു 65% വരെ ഇപ്പോൾ മാറ്റമുണ്ട്. ഓപ്പറേഷൻ്റെ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തു. ഇവിടെ വന്ന് ഈ കഴിഞ്ഞ മാസം 15-ാം തീയതി പോയിട്ട് അത് ക്യാൻസൽ ചെയ്തു. 18-ാം തീയതി ആയിരുന്നു ഓപ്പറേഷൻ.
15-ാം തീയതി പോയിട്ടത് ക്യാൻസൽ ചെയ്തു. അത് ഇപ്പോൾ ഇവിടുത്തെ ചികിത്സയിൽ തന്നെ മാറ്റം വന്നത്. അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് ഇപ്പോൾ അത് കുഴപ്പമില്ല. ഞാൻ മറിഞ്ഞു വീണ് അത് നമ്മളെ കൊല്ലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് പ്ലാസ്റ്റർ ഇട്ട് ആ പ്ലാസ്റ്റർ ഇട്ടത് ലൂസായിപ്പോയി. 1 മാസം ഇട്ടപ്പോഴത്തേക്കും ലൂസായിപ്പോയി. ഇപ്പൊ എല്ല് കുറച്ച് മുമ്പോട്ട് വന്നു, കൈയുടെ എല്ല് കുറച്ച് മുമ്പോട്ട് വന്നു. അങ്ങനെ ഇവിടെ വന്ന് തടകിയാണ് നേരെ ആക്കിയത്. വിരലൊന്നും മടങ്ങത്തില്ലായിരുന്നു, ഭയങ്കര നീരായിരുന്നു കൈക്ക്. ഇവിടെ വന്ന് തടകി ശരിയാക്കി തന്നു. പ്ലാസ്റ്റർ ഇട്ടത് ഇടത് കൈയുടെ ഇവിടെ മൊത്തത്തിലിട്ട് ഇത് തടകാൻ വരുമ്പോ എളുപ്പ വഴി നോക്കി ഒന്ന് കാലും മറിഞ്ഞു വീണ് കാലും പോയി, കാലിന്റെ കുഴയും പോയി. ഇവിടെ വന്ന് തടയാണ് ശരിയായത്. ഞങ്ങൾ സാധാരണഗതിയിൽ എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾക്കും ഞങ്ങളിവിടെ ചികിത്സ ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള കൂടുതലും ഓർത്തോപീഡിക്സ് ആയിരുന്നാലും മറ്റു തരത്തിലുള്ള ഒരു അസുഖങ്ങൾ, ഇപ്പം സ്കിൻ ത്വക്ക് രോഗങ്ങൾ, മറ്റു തരത്തിലുള്ള വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ തുടങ്ങിയ എല്ലാത്തരം അസുഖങ്ങൾക്കും ഞങ്ങളിവിടെ ചെയ്യാറുണ്ട്. കുട്ടികളുടെ ശിശുരോഗത്തിൽ ഞങ്ങളിവിടെ ചെയ്യാറുണ്ട്. ന്യൂറോളജിക്കൽ കേസുകൾ, സ്ട്രോക്ക്, പാർക്കിൻസൺസ്, അൾഷിമേഴ്സ് മുതലായ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും ഞങ്ങളിവിടെ ചികിത്സ ചെയ്യാറുണ്ട്. അസുഖത്തിൻ്റെ ഓരോന്നിൻ്റെയും ആ കാഠിന്യവും അവരുടെ ആ തീവ്രത അനുസരിച്ചിട്ടാണ് ഞങ്ങളിവിടെ ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള ഒരു ഡയഗ്നോസിസ് ആണ് ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങളിവിടെ ചെയ്യുന്നത്. ചികിത്സ കഴിഞ്ഞ് ഫലപ്രദമാകാത്ത ആയുർവേദത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന രോഗികളുടെ അവസ്ഥകൾ മാറാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെത്രത്തോളം ശരിയാണ്? തീർച്ചയായിട്ടും ശരിയാണ്. കാരണം നമ്മളിപ്പം ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ചികിത്സാ രീതികളെന്ന് പറഞ്ഞാൽ ഒരിക്കലും റിക്കറൻസ് ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു രോഗം ഭേദമായി പിന്നും അത് തിരിച്ചു വരാത്ത രീതിയിലാണ് ഞങ്ങളവിടെ ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദത്തിന് ഏറ്റവും വലിയൊരു രീതി എന്ന് പറഞ്ഞാൽ ഒരു രോഗകാരണത്തെയാണ് ചികിത്സിക്കുന്നത്. രോഗത്തെയല്ല, ഒരു കാരണം രോഗമുണ്ടാവാനുള്ള കാരണത്തെ പരിപൂർണമായി മാറ്റുന്ന ഉള്ളൊരു ചികിത്സാ പദ്ധതിയാണ് ആയുർവേദത്തിൽ. അതിൻ്റെ മൗലികമായ ഏറ്റവും വലിയൊരു ഉദ്ദേശം ത്രിദോഷം അടിസ്ഥാനമാക്കിയുള്ളൊരു പ്രമാണമാണ്. വാദം, പിത്തം, കഫം 3 ദോഷങ്ങളുടെയും സ്വാസ്ഥ്യം അനുസരിച്ച് ഓരോ രോഗികളുടെയും അവരുടെ ശരീരബലവും രോഗബലവും അനുസരിച്ചുള്ള ഒരു ചികിത്സ. അത് നവീനമായ രീതിയിലുള്ള കുറേ ടെക്നിക്സ് ഉപയോഗിച്ച് ഞങ്ങളിവിടെ ചെയ്യുന്നു. പുതിയ മൊഡാലിറ്റീസ് ഉപയോഗിച്ച് ഞങ്ങളിവിടെ ചെയ്യുന്നു. നമ്മൾ പ്രധാനമായിട്ടും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തന്നെ കഴിയുന്നത് പഞ്ചകർമ്മിക്കുള്ള ചികിത്സയ്ക്കുള്ള ഔഷധങ്ങൾ ഞങ്ങൾ ഇവിടെ തന്നെയാണ് തയ്യാറാക്കുന്നത്. തൈലങ്ങളായിരുന്നാലും മറ്റു തരത്തിലുള്ള ലേപനങ്ങളായിരുന്നാലും മറ്റ് കഷായ ചൂർണ്ണങ്ങളായിരുന്നാലും ഞങ്ങളിവിടെ തന്നെ പഞ്ചകർമ്മയ്ക്ക് വേണ്ടി ആവശ്യമുള്ള ചികിത്സ പദ്ധതികൾ ഞങ്ങൾ ഇവിടെ തന്നെ തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ IP-യിലേക്കുള്ള പേഷ്യൻസിന് വേണ്ടിയുള്ള ഔഷധങ്ങൾ ഞങ്ങൾ ഇവിടെ തന്നെയാണ് തയ്യാറാക്കി കൊടുക്കുന്നത്. മറ്റ് പുറത്തുള്ള ഫാർമസികൾ നമ്മൾ കോട്ടക്കൽ ആരോഗ്യശാലയുടെ മരുന്നുകളാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. മറ്റ് ഏറ്റവും ഗുണമേന്മയുള്ള ഔഷധ കമ്പനികളുടെ മരുന്നുകൾ ഞങ്ങളിവിടെ എടുക്കാറുണ്ട്. കൂടുതലും ഞങ്ങളിവിടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഞങ്ങളിവിടെ തന്നെ തയ്യാറാക്കുന്ന കുറേ ഔഷധ കൂട്ടുകളുണ്ട്. അത് പലതും നമുക്ക് വളരെയധികം ഏറ്റവും ഹൈ ക്വാളിറ്റി മരുന്നുകൾ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അതിൻ്റെ ഗുണം ആ രോഗികൾ നമുക്ക് തന്നെ സ്പഷ്ടമായിട്ട് കാണാൻ കഴിയുന്നു. ഇത് സ്റ്റീം ബാത്ത് എന്നുള്ളൊരു പ്രൊസീജിയറാണ്. ഇത് സ്വേദനം എന്നുള്ള ഒരു കർമ്മത്തിൽ വരുന്നതാണ്. സ്വേദനത്തിൽ വീർപ്പിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിലുള്ള ദുർമേധസ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ഔഷധം ചേർത്തുള്ള പ്രത്യേക തരത്തിലുള്ള ആവിയാണ് ശരീരത്തിലോട്ട് കടത്തിവിടുന്നത്. അപ്പോൾ അങ്ങനെ നല്ലപോലെ വിയർത്ത് ആ ഉള്ളിലുള്ള ദോഷങ്ങളെല്ലാം പുറത്തു കളയുന്നൊരു
ആയുർവേദ രീതിയാണ് സ്വേദനകർമ്മം അല്ലെങ്കിൽ സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ സ്റ്റീം ബാത്ത് എന്ന് പറയുമ്പോൾ എല്ലാ സംവിധാനങ്ങളും ഒത്തുള്ളതാണ്. മാത്രമല്ല ഇത് തടിയിൽ നിർമ്മിച്ച സ്റ്റീം ബാത്താണ്. ഇതിനെ തന്നെ ടെമ്പറേച്ചർ കൺട്രോളിംഗ് സിസ്റ്റം കൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ളൊരു മെക്കാനിസമാണ് ഇത് ചെയ്തേക്കുന്നത്. ടെമ്പറേച്ചർ കൃത്യമായിട്ടും ഇത് റെക്കോർഡ് ചെയ്യുകയും അതിനനുസരിച്ച് കട്ട് ഓഫ് ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സാധാരണ 10 മിനിറ്റാണ് നമ്മൾ സ്റ്റീം ബാത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ റിലീഫ് കിട്ടുന്നൊരു ചികിത്സാ ക്രമമാണ് സ്റ്റീം ബാത്ത്. നമുക്ക് വളരെ വിവിധ തരത്തിലുള്ള മെഷീൻസ് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദ രീതിയിലും നമുക്ക് മോഡേൺ സപ്പോർട്ടിങ് മെഷീൻസ് ഒത്തിരി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പം പ്രധാനമായിട്ടുള്ളത് കോട്ടറി മെഷീനാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു കോട്ടറി മെഷീൻ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒരു കോട്ടറി മെഷീനാണ്. കോട്ടറി മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അരിമ്പാറ, പാലുണ്ണി അല്ലെങ്കിൽ ആണി രോഗം മുതലായ രോഗങ്ങൾ മാറ്റുന്നതിനുള്ള ഒരു ഉപകരണമാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ആ ഭാഗം നമ്മൾ എടുത്തു കളയുന്ന രീതിയാണ്, ചെറിയ സർജിക്കൽ പ്രൊസീജിയറാണ് നമ്മൾ ഇതിന് ചെയ്യുന്നത്. ഏറ്റവും അത്യാധുനികമായ രീതിയിലുള്ളൊരു സംവിധാനമാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം ഇലക്ട്രോ കോട്ടറിയാണ് നമ്മളിപ്പം മെഷീൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ പ്രോബാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പം ആ ഭാഗം നമ്മൾ കരിച്ച് കളയുക അല്ലെങ്കിൽ എടുത്തു കളയുക ചെയ്യുന്നത്. ഈ പ്രോബ് ഉപയോഗിച്ചിട്ടാണ്. ഇത് ഫുഡ് പെഡലാണ്. അതിൻ്റെ ഈ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ പവർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനുള്ളൊരു ഉപകരണമാണ് ഇത് ഫുഡ് പെഡൽ എന്ന് പറയും. ഇത് എർത്തിങ് പ്ലേറ്റ്, നമ്മൾ രോഗിയുടെ പേഷ്യൻറ്റിൻ്റെ ഭാഗത്ത് കൂടെ എർത്തിങ്ങിന് വേണ്ടി കൊടുക്കുന്ന പ്ലേറ്റ്, എർത്തിങ് പ്ലേറ്റ്. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് ഇലക്ട്രോ കോട്ടറി മെഷീൻ ഉപയോഗിക്കുന്നത്. ഞങ്ങളിവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇത് ചെയ്യുന്നത്. നേരത്തെ തന്നെ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത ആ ഭാഗം മരവിപ്പിച്ചിട്ടാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ നേരത്തെ ബ്ലഡ് ടെസ്റ്റ് നടത്തി എല്ലാ കാര്യങ്ങളും നോക്കി 100% സുരക്ഷിതമായ രീതിയിലാണ് നമ്മൾ ഈ ഇലക്ട്രോ കോട്ടറി മെഷീൻ ചെയ്യുന്നത്. അരിമ്പാറ, പാലുണ്ണി മുതലായ മുഖത്തെ ചെറിയ പാടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിത് ഉപയോഗിച്ച് വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ കാലിൻ്റെ ആണി രോഗം കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികൾ കേരളത്തിലുണ്ട്. അവർക്കെല്ലാം ഒരു ആശ്വാസമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. പിന്നെ അതിൻ്റെ ചെറിയൊരു മൈക്രോ കോട്ടറി എന്ന് പറയും. ഇത് ചെറിയ രീതിയിലുള്ള അതിൻ്റെ കുറച്ച് ഡെൻസിറ്റി കുറച്ച് കുറഞ്ഞതാണ്. ഈ ചെറിയ രീതിയിലുള്ള വാർട്ടുകൾ കാര്യങ്ങളെല്ലാം പാലുണ്ണി വളരെ ചെറുതാണ് ഉള്ളതെല്ലാം നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് വയർലെസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഹൈ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് വളരെയധികം അഡ്വാൻസ് ആയിട്ടുള്ള ഏറ്റവും പുതിയ രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഷീനാണ് ഈ കോട്ടറി മെഷീൻ, ഇലക്ട്രോ കോട്ടറി മെഷീൻ എന്ന് പറയും. നമുക്ക് വെരിക്കോസ് വെയിൻ നമ്മൾ ആ വെരിക്കോസ് വെയിൻ്റെ ആ അവസ്ഥ അനുസരിച്ച് നമുക്ക് ചികിത്സ പല രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കും. സാധാരണ ഇതിൽ മരുന്ന് കൊണ്ട് മാറുന്ന വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും വളരെയധികം പ്രൊട്ടക്ഷൻ കുറവാണെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിച്ച് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അതല്ലാത്ത കേസുകൾ നമ്മൾ രക്തമോക്ഷം അല്ലെങ്കിൽ പില്ലറ്റിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ലീച്ച് തെറാപ്പിയാണ്, അല്ലെങ്കിൽ ജലൂകാചരണം എന്ന് പറയും. ജലൂക എന്ന് പറയുന്നത് ലീച്ചാണ്. അപ്പം പ്രത്യേക രീതിയിലുള്ള പ്രത്യേക സ്പീഷ്യസിലുള്ള ലീച്ചാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അത് ലീച്ച് പ്രത്യേക രീതിയിൽ രോഗിയുടെ ആ ഭാഗത്ത് എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് ഘടിപ്പിച്ചതിന് ശേഷം ആ രക്തം എടുക്കുന്ന രീതിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും എല്ലാ രീതിയിലുള്ള സന്നാഹങ്ങളും നോക്കിയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് കോസ്റ്റ് എഫക്റ്റീവാണ്, അതിന് ചിലവ് കുറവാണ്. അതിനേക്കാളും വലിയ വേദന രഹിതമായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ്. ഒട്ടും തന്നെ വേദന ഉണ്ടാകത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. മാത്രമല്ല ഇത് റിക്കറൻസ് കുറവാണ്. ഈ ചികിത്സ മറ്റു തരത്തിലുള്ള വെരിക്കോസിൻ സർജറിയോ അല്ലെങ്കിൽ ലേസർ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ രോഗം വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ ഒരു രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിക്കറൻസ് ഇല്ല, ആ രോഗം തിരിച്ചു വരില്ല. പരിപൂർണമായിട്ടും രോഗിക്കൊരു രോഗശമനമാണ് ഇതിലൂടെ നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 100% വിശ്വാസവും സുരക്ഷിതമായിട്ടുള്ള ചികിത്സാ പദ്ധതിയാണ്. അപ്പോൾ ഇത് പ്രോക്ടോസ്കോപ്പ് എന്നുള്ളൊരു ഉപകരണമാണ്. പ്രോക്ടോസ്കോപ്പ് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം അർഷസ് അല്ലെങ്കിൽ പൈൽസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് രോഗികൾ നമ്മുടെ ക്ലിനിക്കിൽ വരും. ഒരുപാട് പേഷ്യൻസ് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ പലർക്കും നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറത്ത് പറയാനുള്ളൊരു വൈമനസ്യം അല്ലെങ്കിൽ അവർക്കൊരു എന്തോ ഒരു സങ്കോചം പോലെ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പൈൽസ്, ഹെമറോയിഡ്, ഫിസ്റ്റുല, ഫിഷർ ഇത്തരം രോഗങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു പരിശോധന വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പം ഈ ഒരു ഉപകരണം, ഇത് പ്രോക്ടോസ്കോപ്പ് എന്നുള്ള ഉപകരണം ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെമറോയിഡ് അല്ലെങ്കിൽ പൈൽസ് നമുക്ക് എക്സാമിൻ ചെയ്ത് പരിശോധിക്കാൻ പറ്റും. പരിശോധിച്ചിട്ട് പൈൽസ് തന്നെ ആണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ചികിത്സിക്കുക എന്നുള്ള വലിയൊരു കാര്യം നമ്മൾ വളരെ പ്രാധാന്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് നമ്മുടെ ഹോസ്പിറ്റലിൽ അതിനുള്ള ഒരു രീതിയുണ്ട്, അതായത് ചികിത്സാ രീതി. അതായത് നമുക്കിപ്പോൾ നേരത്തെ കൂട്ടി ഹെമറോയിഡിനൊരു അല്ലെങ്കിൽ പൈൽസിനുമായിട്ട് ബന്ധപ്പെട്ട രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മരുന്ന് കൊടുക്കാറുള്ളൂ. അത് വളരെ കർശനമായി ഞങ്ങൾ പാലിക്കുന്ന ഒരു കാര്യമാണ്. അത് സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു റൂളും കൂടെയാണ്. ഹെമറോയിഡുമായിട്ട് പൈൽസുമായിട്ടൊരു പേഷ്യൻ്റ് വന്നാൽ നമുക്ക് നേരിട്ട് മരുന്ന് കൊടുക്കരുതെന്നുള്ളൊരു നിയമമുണ്ട്. പരിശോധിച്ച ശേഷം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മരുന്ന് കൊടുക്കുക എന്നുള്ളത്, അതാണ് നമ്മളിവിടെ പ്രാവർത്തികമാക്കുന്നത്.
ഞങ്ങൾ ഏറ്റവും ഒരു സാധാരണക്കാരൻ്റെ ഒരാൾക്ക് പോലും താങ്ങാൻ കഴിയുന്ന അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ ഒരു ചികിത്സയ്ക്കുള്ള ഒരു തുക ഞങ്ങൾ ഈടാക്കുന്നത്. ഏറ്റവും സാധാരണ ഒരാൾക്ക് പോലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ്. കാരണം ഞങ്ങളുടെ ഏറ്റവും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആയുർവേദം എന്നുള്ളൊരു ശാസ്ത്രം ജനകീയമായിട്ട് ജനങ്ങളിലേക്ക് താഴേക്കിടയിലേക്ക് എത്തണം. ആ ഒറ്റ ഉദ്ദേശത്തിലാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമീപ പ്രദേശങ്ങളിലും മറ്റു തരത്തിലുള്ള ആയുർവേദ സ്ഥാപനങ്ങളിലും വാങ്ങുന്നതിൻ്റെ അതിൻ്റെ വളരെ കുറഞ്ഞ ഒരു തുകയാണ് ഞങ്ങളിവിടെ രോഗിയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും അമിതമായ ലാഭം ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മിതമായ രീതിയിലുള്ളൊരു ധനസമ്പാദനത്തിനോ വേണ്ടി ഉള്ളൊരു കാര്യമല്ല. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദം ജനകീയമാകുക, കുറച്ച് ജനങ്ങളിലേക്ക് എത്തുക, പഠിച്ച ശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക. ആ ജനകീയമായ പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ സമീപഭാവിയിൽ തന്നെ ഞങ്ങൾ ചാരിറ്റി വാർഡായിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. ഞങ്ങൾ ഈ ലാഭത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കിട്ടുന്ന ഒരു തുകയുടെ കുറച്ചൊരു ഭാഗം ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ ചാരിറ്റി വാർഡിന് വേണ്ടി ഞങ്ങൾ ചെയ്യാനുള്ള ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് സഹായപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾ ഓരോ 2 മാസം കൂടുമ്പോഴും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഒരു 10,000-10,000 രൂപ വരെയുള്ള പരിശോധന സൗജന്യമായിട്ട് ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അതുപോലെ ആശാകേന്ദ്രമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റീം ബാത്തായിരുന്നാലും എണ്ണത്തോണികളായിരുന്നാലും ഇതെല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ തയ്യാറാക്കിയതാണ്, ഇവിടെ തന്നെ നിർമ്മിച്ചതാണ്, പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല. ഇതന്നെ തടി കൊണ്ടുപോകുന്നത് തന്നെ ഇവിടെ നമ്മുടെ നിർദ്ദേശപ്രകാരം അത് വളരെ പരിചയസമ്പന്നനായിട്ടുള്ള കാർപ്പൻറ്റേഴ്സ് അത് തയ്യാറാക്കിയിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് അത് കാഞ്ഞിരത്തിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. മറ്റേ തരത്തിൽ തടിയൊന്നും കാഞ്ഞിരത്തിലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ഗുണമേന്മയുള്ളതും വാദകരമായിട്ടുള്ളൊരു ഗുണം കാഞ്ഞിരത്തിനുണ്ട്. അതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന പേഷ്യൻസാണ്. അവർക്ക് അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. സ്റ്റീം ബാത്ത് തന്നെ ഏറ്റവും അത്യാധുനികമായ രീതിയിൽ സ്റ്റീം ബാത്താണ്. കാരണം വളരെയധികം വിസ്തൃതിയുള്ള അല്ലെങ്കിൽ വലിപ്പമുള്ളൊരു സ്റ്റീം ബാത്താണ്. സാധാരണ എല്ലാ ഹോസ്പിറ്റലുകളിലും കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഇത്രയും വലിയൊരു സ്റ്റീം ബാത്ത് കാണില്ല. അത്രയും വലിയ രീതിയിൽ ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത് വെച്ചു. കാരണം വളരെയധികം വണ്ണമുള്ള രോഗിക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പോലും നല്ല രീതിയിൽ ഒരു പ്രയാസമില്ലാതെ അത് കിട്ടാൻ വേണ്ടിയാണ് ആ പാകത്തിലാണ് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ടെമ്പറേച്ചർ മാനേജ്മെൻറ്റ് സിസ്റ്റം കൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബേസ് ചെയ്തിട്ടുള്ള ഒരു സെൻസറിങ് ടെക്നോളജിയാണ് ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. അമിതമായ ചൂട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റീം ബാത്ത് കട്ടാവുകയും ഈ ടെമ്പറേച്ചർ അപ്പോഴപ്പോൾ റെക്കോർഡിങ് ചെയ്യുന്നുള്ളൊരു മെത്തേഡാണ് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള ഒരു ആതുരാലയത്തിലും ഒരു ആയുർവേദ ആശുപത്രികളിലും ഇല്ലാത്ത വലിയൊരു സംവിധാനമാണത്. ഞങ്ങൾക്കിപ്പോൾ ഹൈദരാബാദിൽ നിന്നൊരു പേഷ്യൻ്റ് അവർക്ക് കണ്ണിൻ്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. കണ്ണിൻ്റെ തർപ്പണം, പുറഭാഗം, സേകം മുതലായ ചികിത്സകൾ ഞങ്ങളിവിടെ ചെയ്തു കൊടുത്തു. വളരെ ഗംഭീരമായ അല്ലെങ്കിൽ വളരെ അതിശയോക്തിയമായ ഒരു റിസൾട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെന്നൈയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്ന് പേഷ്യൻ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് പേഷ്യൻസ് ഞങ്ങൾക്ക് വരാറുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് പുതിയ എൻക്വയറീസ് വരാറുണ്ട്. മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോലും ഞങ്ങളിവിടെ പലരും അന്വേഷിക്കുന്നുണ്ട്. പലപ്പോഴും ഇമെയിൽ വഴിയും അല്ലെങ്കിൽ മറ്റേ സോഷ്യൽ മീഡിയ വഴിയും പലരും ഇവിടെ കുറിച്ച് അറിഞ്ഞിട്ട് പലരും ഞങ്ങളെ സമീപിക്കാറുണ്ട്. പലപ്പോഴും ഈ ഒരു ഗുണമേന്മയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ മോട്ടോ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു റിസൾട്ട് നമ്മൾ ഓരോ പേഷ്യൻസിൽ നമുക്ക് കിട്ടുന്നത്. എല്ലാ രോഗങ്ങൾക്കും അങ്ങനെ സാധിക്കത്തില്ല. കാരണം ചില രോഗങ്ങളിൽ ഇപ്പോൾ ദർശന സ്പർശന പ്രശ്നയ പരീക്ഷ രോഗിണം എന്നാണ് അഷ്ടാംഗത്തിൽ പറഞ്ഞേക്കുന്നത്. ദർശന സ്പർശന പ്രശ്നയ പരീക്ഷ രോഗിണം. ദർശനം എന്ന് പറഞ്ഞാൽ കാണുക, സ്പർശനം തൊട്ട് നോക്കുക, പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദിച്ച് മനസ്സിലാക്കുക. മറ്റത് പരീക്ഷണം. ഓരോ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് പരീക്ഷയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ രോഗനിദാനം ശരിയായെങ്കിൽ മാത്രമേ ചികിത്സ ശരിയാവുകയുള്ളൂ. അപ്പോൾ നേരിട്ട് കാണേണ്ട രോഗികളെ കണ്ടു തന്നെ ചികിത്സിക്കണം. അല്ലാത്ത പക്ഷത്തിലാണ് നമ്മളിപ്പോൾ ഒരു രോഗിയെ വിവരം പറഞ്ഞോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ അനുസരിച്ചുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. സാധാരണ ജനറലായിട്ടുള്ള അവസ്ഥകൾ നമുക്ക് മരുന്നുകൾ അയച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷനോ പറ്റും. പക്ഷേ വളരെയധികം ഗൗരവമുള്ള അവസ്ഥകളിൽ, ഗൗരവമുള്ള രോഗങ്ങളിൽ നമുക്ക് രോഗിയെ നേരിട്ട് കാണേണ്ടത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്കൊരു IP ഫെസിലിറ്റി ഉണ്ട്. എല്ലാവിധ സംവിധാനങ്ങളോട് കൂടിയ IP ഫെസിലിറ്റിയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പം സാധാരണ ഇത് എക്സിക്യൂട്ടീവ് റൂമുകളാണ് ഞങ്ങൾക്കിവിടെ ഉള്ളത്. ഏറ്റവും അത്യാധുനികമായ രീതിയിലുള്ള സ്പേഷ്യസ് ഉള്ള റൂമുകളാണ്. എല്ലാവിധ സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. മാത്രമല്ല അവർക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നിരക്കിലാണ് ഞങ്ങളിപ്പം ഒരു ചാർജ് ഈടാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹോംലി അറ്റ്മോസ്ഫിയറിലാണ് ഞങ്ങളിവിടെ ഒരു രോഗിയായിട്ടല്ല, ഇവിടെ വരുന്ന രോഗിയായിട്ടല്ല, ഇവിടുത്തെ ഞങ്ങൾ ഒരു അംഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ബന്ധുക്കളായിട്ട് തന്നെയാണ് ഞങ്ങൾ പരിഗണിച്ചിട്ടാണ് ഞങ്ങളിവിടെ ചികിത്സിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഒരിക്കലും ഒരു രോഗിയായിട്ടോ അല്ലെങ്കിൽ അതിനൊരു ക്ലൈൻ്റായിട്ടോ അല്ല. പലപ്പോഴും പല സമീപ പ്രദേശങ്ങളിൽ തന്നെ പല ആശുപത്രികളിലും ചില സ്ഥലങ്ങളിലും ഒരു ക്ലൈൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റമറായിട്ടാണ് പലപ്പോഴും
രോഗികളൊക്കെ പരിഗണിക്കുന്നു പലരും. അപ്പോൾ നേരിട്ട് തന്നെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ അങ്ങനെയല്ല. ഞങ്ങളിവിടെ ഒരു റിലേറ്റീവ്, ഞങ്ങളൊരു ബന്ധു ആയിട്ട് തന്നെയാണ് രോഗികളെ പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മബന്ധവും രോഗികളുമായിട്ടുള്ള ഒരു സമ്പർക്കവും ഞങ്ങൾക്കിവിടെ വളരെയധികം കൂടുതലാണ്.